ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയാണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കാവേരി പറയുന്നുണ്ട്, എനിക്ക് അറിയാം നിങ്ങൾ അച്ഛനെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ പറയാണ്. ഞാൻ അരവിന്ദനെ പറ്റിക്കാനോ? അതെ, എൻ്റെ അച്ഛനെ പറ്റിച്ചല്ലേ നിങ്ങൾ ആ തോട്ടം വാങ്ങിയതെന്ന് ചോദിക്കാൻ കേട്ടോ. എൻ്റെ അച്ഛനെ പറ്റിക്കണോ? എനിക്ക് തോട്ടം വാങ്ങാനായിട്ട് ഇതേ പ്രവീണെ ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നു പറയാണ് കേട്ടോ പ്രവീണനോട്. അന്നേരം കാവേരി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകാൻ തന്നെയാണ് വന്നത്. പക്ഷേ അതിനു മുമ്പ് ആട്ടിൻ തോലിട്ട ഈ ചെന്നായുടെ രൂപം ഉണ്ടല്ലോ, അത് ഞാൻ നാട്ടുകാരുടെ മുന്നിൽ ഒരു ദിവസം വിളിച്ച് കാണിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ ഇവിടേക്ക് വരും എന്നൊക്കെ പറയാണ് കേട്ടോ. എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ തോട്ടം വാങ്ങിച്ചത് ഞാൻ എൻ്റെ കാശ് കൊണ്ടാണ് എടി എന്ന് പറയാണ് ജയപാലൻ. അപ്പോൾ കാവേരി അത് സ്വയം അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ എന്നെ ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ട. നിങ്ങളെ ആ തോട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ട് തന്നെയാണ്, എൻ്റെ അച്ഛനെ നിങ്ങൾ ചതിച്ചത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാവേരി. അപ്പോൾ ജയപാലനാണെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ ഇതൊന്നും. ജയപാലൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അച്ഛനെ പറ്റിച്ചിട്ട് വേണ്ട ജീവിക്കാനായിട്ട്. നിന്നോട് ഇതൊക്കെ ആരൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവ് എനിക്ക് അച്ഛൻ തന്നെയായിട്ട് കൊണ്ടു തന്നു എന്ന് പറയാണ് കേട്ടോ. അച്ഛൻ തെളിവ് തരും, അതെ അച്ഛൻ തന്നെ തെളിവ് തരാണെന്നൊക്കെ പറയുകയാണേ. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല ജയപാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോഴേക്കും കാവേരിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങാണ് കേട്ടോ ജയപാല. പക്ഷേ കാവേരി ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രവീണൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ദേ ഈ അടിയും തൊഴിയൊക്കെ ഉണ്ട്, ദേ ഇവിടെ കൊടുത്താൽ മതി, എൻ്റെ അടുത്തേക്ക് വേണ്ട കേട്ടാന്ന് പറയണേ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓർത്തിരുന്നോ, ഞാൻ ഒരിക്കൽ കൂടെ വരും, നിങ്ങളുടെ തനി സ്വഭാവം ആൾക്കാരെ അറിയിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. കാവേരി പോയ ഉടനെ തന്നെ പ്രവീണ നമ്മളെ ശാരദനെ വിളിക്കുകയാണ്. ശാരദനെ വിളിച്ചിട്ട് ശാരദനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ശാരദ ആണെന്നുണ്ടെങ്കിൽ പ്രവീണ് ഫോൺ വെച്ചു, ഞാൻ അവൾ വരട്ടെ ചോദിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും യമുനയും ഗംഗയും വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരോട് പറയാണ്, കാവേരി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ആ ജയപാലൻ്റെ അടുത്ത് ചെന്നിങ്ങാണ്ട് ജയപാലനെ വെല്ലുവിളിച്ചിട്ട് അവൾ പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. അത് കേട്ട് കാവേരി അവിടേക്ക് വരികയാണ് കേട്ടോ. അത് എന്ത് വെല്ലുവിളിച്ച്, അച്ഛനെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കിയിട്ടാണ് അയാൾ ആ തോട്ടം വാങ്ങിച്ചതെന്നാണ് അവൾ അവിടെ ചെന്ന് പറഞ്ഞതെന്നാണ് അവർ പറയണതെന്ന് പറയാം കേട്ടോ. അപ്പോൾ കാവേരി ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അവിടെ നിന്നിട്ട്, എടി നീ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന വല്ല ബോധമുണ്ടോ? ഞാൻ കാണിച്ചതിൽ ഒരു ബോധക്കേടുമില്ല, ഞാൻ പറഞ്ഞതിന് തെളിവുണ്ട് എന്ന് പറയട്ടോ. അയാൾ ആ തോട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അത് എൻ്റെ അച്ഛനെ പറ്റിച്ചിട്ടുള്ള കാശ് കൊണ്ട് തന്നെയാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. നീ എന്തൊക്കെ പറയുന്നത്, എങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ്, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായി തെളിവുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, നോക്കിക്കോ, ആ തെളിവ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒരു ദിവസം ഹാജരാക്കും, അതുവരെയും ക്ഷമിക്കുക എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്ക് യമുനയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ യമുന പറയും, ചേച്ചിക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ച് ചേച്ചി എന്തിനാണ് വെറുതെ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഒരാളോട് വെറുതെ ദേഷ്യപ്പെടാൻ എനിക്ക് എന്താ വട്ടുണ്ടോടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗംഗ പറയുന്നുണ്ട്, കാവേരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അവൾ എന്തെങ്കിലും മനസ്സിൽ കാണാതെ അങ്ങനെ പറയില്ല അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കാവേരി ജോലി സ്ഥലത്ത് ചെന്നിട്ട് റിസോർട്ടിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ അവരുടെ ആ ഒരു ബുക്കിൽ മരവും കഴുതനെയും അങ്ങനെയൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണക്കെഴുതുന്ന ബുക്കാണെന്നുള്ളൊരു ചിന്തയൊന്നും നേരത്തെ കാവേരിക്കില്ല. അപ്പോഴേക്കും നിവിൻ വന്നിങ്ങായിട്ട് ഒരു പേജ് മറിച്ചിട്ട് ദേ ഇവിടെയും കൂടെ വരച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അയ്യോ സോറി എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ആസിഫും വരികയാണ് കേട്ടോ. ആഹാ, ഇവിടെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. എന്താ കാവേരി, എന്താ പ്രശ്നം? അതല്ല, എൻ്റെ മനസ്സിനൊരു സുഖമില്ലേ, എന്ത് പറ്റി എന്ന് നിവിൻ ചോദിക്കാൻ. ഇന്നലെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കുറച്ച് സാധനങ്ങളും ഒരു പെട്ടിയാണ്, ആ പെട്ടിയിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. അച്ഛന് ഡയറി വായിച്ചു നോക്കിയപ്പോഴേ എനിക്കെന്തോ ഭയങ്കര സങ്കടമായി എന്ന് പറയാം കേട്ടോ. ഡയറിയിൽ എന്തെങ്കിലും കാര്യമായിട്ട് അങ്ങനെയൊന്നുമല്ല, എന്നാലും എനിക്കെന്തോ സങ്കടം തോന്നി എന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ എന്തെങ്കിലും സഹായം വേണോ? ഓ, നിവിൻ എന്നെ ഇങ്ങനെ സഹായിക്കാനാ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് രാജേശ്വരി വരികയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 പേരെയും കൂടെ കാണുമ്പോൾ രാജേശ്വരി വന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരിനോട് ചോദിക്കുകയാണ്, പാലക്കാട്ടുള്ളൊരു ഫാമിലിക്ക് ടാക്സി അയക്കാൻ പറഞ്ഞിട്ട് അയച്ചോ എന്ന് ചോദിക്കുകയാണേ. അന്നേരം കാവേരി പറഞ്ഞു, അയ്യോ ഇല്ല, ഞാനത് മറന്നുപോയി. അപ്പോൾ നീയും പറയും, ഞാനാണ് അമ്മ മറന്നത്, നീയോ? ഇവളുടെ കയ്യിലാണല്ലോ നമ്പർ എന്ന് പറയട്ടോ. അപ്പോൾ അല്ല, ആ നമ്പറിൽ കിട്ടാണ്ടായപ്പോൾ കാവേരി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്പറിൽ വിളിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഞാനത് വിട്ടുപോയി എന്ന് പറയട്ടോ. ആരായാലും കൊള്ളാം, എത്രയും പെട്ടെന്ന് ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുത്തോന്ന് പറയട്ടോ. അപ്പോൾ നിവിനാണെന്നുണ്ടെങ്കിൽ ആസിഫിനോട് പറയട്ടാ, പോയിട്ട് ആ ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് ആസിഫിനെ പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എങ്ങനെയാണ് ഇനി ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് ചോദിക്കുക. നേരത്തെ പറഞ്ഞ കാര്യം അതിന് അച്ഛൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി തരും. അച്ഛനോ എന്ന് ചോദിക്കാം.
അച്ഛൻ എന്ന് പറയും കേട്ടോ. എന്നിട്ടൊരു കാവിനെ കുറിച്ച് പറയാണ് കേട്ടോ. കാവ്, അതേത് കാവ്? അത് ഒരു ശാപം കിട്ടിയിട്ടുള്ളൊരു ഗന്ധർവൻ കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് അച്ഛൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്ഥലത്ത് എനിക്ക് പോകണം, അവിടെ വെച്ച് എനിക്ക് അതിനുള്ള തെളിവ് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അമ്മയും ശാരദയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ശാരദനോട് പറയുന്നുണ്ട്, ജയപാലിൻ്റെ അച്ഛനും അരവിന്ദൻ്റെ അച്ഛനും എന്തു നല്ല കൂട്ടായിരുന്നു എന്നറിയോ. ഒരാൾക്ക് വേണ്ടി ഒരാൾ മരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ജയപാലനും അരവിന്ദനും. അരവിന്ദന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ജയപാലിനായിരുന്നു സുജാതനേക്കാളും. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ നീ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ഇതൊക്കെ നിന്റെ കയ്യിലുള്ള തെറ്റാണ്. ഇനിയിപ്പോൾ എൻ്റെ മെക്കെട്ട് തീർക്കുമോ എന്നൊക്കെ പറയുകയാണേ. അവൾ എന്തെങ്ങനെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പോഴേക്കും ജയബാല അവിടേക്ക് വരാണ് കേട്ടോ. അപ്പം അമ്മ പറയുന്നുണ്ട്, മോനെ ജയബാല, മോൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. കാവേരി അവിടെ വന്ന് പറഞ്ഞത് ശരിയായില്ല. അയ്യോ, അതൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുകയാണോ? എന്തിനും ഞാനതൊക്കെ ആലോചിച്ചിരിക്കുന്നു? ഞാനതൊന്നും ആലോചിച്ചിരിക്കുകയല്ല. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നില്ലേ എന്ന് പറയട്ടോ. അല്ല എന്നാലും പെങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ പശുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ആകുള്ളത് ഇവരുടെ വീട്ടിലാണ്, അമ്മയുടെ വീട്ടിൽ. അപ്പം എനിക്ക് പാല് ആരും കാണാതെ എടുത്തു വെച്ച് തരുമായിരുന്നു. ഞാനത് കുടിക്കാനായിട്ട് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു എന്നൊക്കെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്നാലും കാവേരി അവിടെ വന്ന് പറഞ്ഞത് ശരിയായില്ല. കാവേരി കൊച്ചു കുട്ടിയല്ലേ, അത് വിട്ടേക്ക്. എന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത്? അവൾക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. ഞാൻ തോട്ടം വാങ്ങിച്ചത് അരവിന്ദനെ പറ്റിച്ചിട്ടാണെന്നാണ് അവൾ പറയുന്നത്. എനിക്കെന്താ അതിൻ്റെ കാര്യമുണ്ടോ? അരവിന്ദനെ പറ്റിച്ച് തോട്ടം വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അല്ലാതെ തന്നെ എൻ്റെ പൈസ ഇല്ലേ? ഞാൻ എത്ര തോട്ടം വാങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അതല്ല, ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല. അതെ, ഞാൻ ഗംഗയ്ക്കൊരു കല്യാണാലോചന കൊണ്ടുവന്നു. കല്യാണാലോചന എന്ന് നോക്കിയാട്ടോ. അതെ, കല്യാണാലോചന എന്ന് പറയട്ടോ. അതിപ്പോൾ അതെ, നല്ല കൂട്ടരാ, ചേർത്തലിലാണ്. നല്ല ബിസിനസ്സും ഫ്ലാറ്റും കുറേ സൂപ്പർ മാർക്കറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ള വകകളൊക്കെ ഉള്ള ആൾക്കാരാണ്. അയ്യോ, അത്രയും വലിയ ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തിനൊക്കെ നമുക്ക് താല്പര്യമുണ്ടോ? നമുക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഇപ്പോൾ ജയപാലൻ എല്ലാവരും തേട്ടൻ്റെ അവിടത്തുനിന്ന് ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു പെട്ടിയോ? പെട്ടിയിൽ എന്തായിരുന്നു? പെട്ടിയിൽ കുറച്ച് തുണികളായിരുന്നു. ഞങ്ങൾ അത് അരവിന്ദേട്ടൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാ. കൂടെ ഒരു 3 ലക്ഷം രൂപയും തന്നിട്ടുണ്ട്. ആ 3 ലക്ഷം രൂപ കൊണ്ടൊന്നും കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അത് മാത്രമേ ഉണ്ടായുള്ളൂ പെട്ടിയിൽ എന്ന് അരവിന്ദൻ ചോദിക്കുകയാണ് കേട്ടോ. അല്ല, പെട്ടിയിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. ഡയറിയോ? എന്ത് ഡയറി എന്ന് ചോദിക്കും കേട്ടോ. അതൊരു ഡയറി. അപ്പോൾ ആ ഡയറി എവിടെയും ചോദിക്കട്ടോ. അത് കാവേരിയുടെ കയ്യില എന്ന് പറയട്ടോ. അതെ, എനിക്ക് ആ ഡയറി ഒന്ന് കാണിച്ചു തരുമോന്ന് കേട്ടോ. അയ്യോ, അത് കാവേരി സമ്മതിക്കില്ല ജയപാലേട്ടാ. എന്ത് സമ്മതിക്കാൻ? നമ്മ ചോദിക്കാൻ കേട്ടോ. നീ കാണാതെ അങ്ങോട്ട് എടുത്തു കൊടുത്തോ. എന്തിനാ ജയപാലേട്ടനത്? ഒന്നുമില്ല, അരവിന്ദൻ്റെ ഡയറി അല്ലേ, വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പ്രശ്നമൊന്നുമില്ല, സാറില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറയാം കേട്ടോ. എന്തായാലും നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് നടത്തി കളയാം എന്ന് പറയാം കേട്ടോ. എന്തായാലും അവർ വരട്ടെ, അപ്പം അന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. പിന്നെ കല്യാണത്തിൻ്റെ ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പിന്നെ പൊന്നും പണ സാധനങ്ങൾ അതൊക്കെ അവർ ഇങ്ങോട്ടിട്ട് കൊണ്ടുപോയിക്കോളും. പെണ്ണിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അവർക്കെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഡയറി കൈക്കലാക്കാനായിട്ടുള്ളൊരു ഇതൊക്കെ എടുത്തതിന് ശേഷം ജയപാലൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണമൊക്കെ ഉറപ്പിച്ച് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അവർ വന്ന് കാണട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. അരവിന്ദനല്ലേ പോയിട്ടുള്ളൂ, ഞാനിവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ പോകാനായിട്ട് എഴുന്നേക്കാണ് കേട്ടോ. എഴുന്നേക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. അരവിന്ദനും ജയപാലനും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ. അതിങ്ങനെ എടുത്ത് കൈ നോക്കാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, കൂടെ നിന്ന് ചതിച്ച കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. അരവിന്ദനാണ് ആയിരിക്കും അത് എഴുതി വെച്ചിട്ടുള്ളത്, പക്ഷെ അതങ്ങനെ കാണിക്കുന്നില്ല. അതിനുശേഷം പിന്നെ പ്രമോള് കാണിക്കുന്നത്, പ്രമോളാണെന്നിട്ട് വിനീത് വരുമ്പോൾ ഗംഗയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിട്ട് വിനീതിനെ വിഷമിപ്പിക്കുന്നുണ്ട് ജയപാലൻ. അതിനുശേഷം പിന്നീട് എല്ലാവരും കൂടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് കാവേരിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ ഈ ഒരു കാര്യത്തിന്. അതുപോലെ തന്നെ ഗംഗയ്ക്കാണെന്നുണ്ടെങ്കിലും വിനീതിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയതുകൊണ്ട് തന്നെ താല്പര്യമില്ല. അപ്പോൾ യമുനയ്ക്ക് വലിയ താല്പര്യമുണ്ട് കേട്ടോ. യമുന പറഞ്ഞു, ചേച്ചി എന്തിന് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ ഇടങ്കോലിടാൻ നിൽക്കുന്നത്? അവർ വന്ന് കണ്ടു പൊക്കോട്ടെ, എന്നിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുള്ളൂ എന്ന് പറയും കേട്ടോ. അത് നീയാണോ തീരുമാനിക്കണമെന്ന് യമുനോട് കാവേരി ചോദിക്കുമ്പോൾ ശാരദ പറയാണ്, നീയോ അല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും, അതനുസരിച്ചാൽ മതി എന്ന് പറയട്ടെ. അങ്ങനെ പെണ്ണ് കാണലിൻ്റെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. കാവേരി ഒട്ടും താല്പര്യമില്ലാതിരിക്കാൻ കേട്ടോ. ഗംഗയ്ക്കും അതൊട്ടും താല്പര്യമില്ല. അത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.